ഹലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഗോതമ്പ് പൊടിയായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പുട്ടുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി പൾപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ, മാംഗോ പൾപ്പ്. ഇവിടെ ഇത് മാംഗോ പൾപ്പാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു സ്പെഷ്യൽ കട്ടിങ് ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് മുമ്പൊന്നും അറിയില്ല. പിന്നെ ഇത് കോക്കനട്ട്, ഇത് മാംഗോ പീസസ് ആണ്. ഇത് നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് വേണം. പക്ഷെ ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഈ പൊടി ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പൾപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ, പുട്ടിലോട്ട്. എൻ്റെ പുട്ടുകണയൊക്കെ പഴയതാണ് കേട്ടോ, വർഷങ്ങളായതാണ്. അതിലൊക്കെ ഓരോ മെമ്മറീസ് ഉണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ തന്നതാണ്, ഗിഫ്റ്റാണ് ഞങ്ങൾ വീട് മാറിയപ്പോൾ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് ഇട്ടിട്ടുണ്ട്. മതിയാവും. നമുക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് വരാനാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് സോറി കേട്ടോ, ഞാൻ എൻ്റെ കയ്യിൽ ഉപയോഗിച്ചില്ല കേട്ടോ ഇതിടാനായിട്ട്, പൾപ്പ് ഇടാനായിട്ട്, പുട്ടിൻ്റെ പൊടി ഇടാൻ. പിന്നെ ഇത് നമ്മുടെ മാംഗോ പീസസ് ഞാൻ ഷുഗറായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇതിലോട്ട് ഇടുന്നുണ്ട്, ഒരു ടേസ്റ്റ് വരുമല്ലോ. ഇവിടെ അരിപ്പുട്ട് എനിക്ക് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയുടെ പുട്ടുണ്ടാക്കിയത്. കുറച്ച് പീര വേണം ഇടാം കേട്ടോ. കുറച്ച് കോക്കനട്ട് കണക്ക് പോലെ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഇടാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ആവശ്യത്തിന് ഇടാം. അപ്പോൾ ഓക്കെ, ഞാനിത് കൊണ്ടേ വേവിച്ചിട്ട് വരാം കേട്ടോ. അപ്പം അങ്ങനെ ആവി വരാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ പുട്ട് ഇവിടെ പകുതി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ പുട്ട് റെഡിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ സാധാരണ വേറെ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഗോതമ്പിൻ്റെ പുട്ട്, മാങ്ങപ്പുട്ട് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.